പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വയനാട്ടിൽ നിന്ന് ചെന്നൈയിലെത്തി. ചെന്നൈയിൽ നിന്ന് 24 ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് കൂടി ജമ്മു കാശ്മീരിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലെത്തി. അവിടെ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വളരെ ഭയാനകമായ ഒരു യാത്രയും വളരെ ടെററിസ്റ്റും കൊണ്ടും അതുപോലെ തന്നെ ഗതാഗതം കൊണ്ടും യാത്രയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു. അതിനെക്കുറിച്ചെല്ലാം എടുത്തിരിക്കുന്ന ദൃശ്യങ്ങളും ആ വീഡിയോയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അനുഭവമാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ ഞങ്ങൾ ഉദയ്പൂർ എത്തി. ഇവിടുന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു വന്നപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് ടണലിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങൾ വണ്ടി കൊണ്ട് വന്നപ്പോൾ ആ ടണലിൻ്റെ മുകളിൽ കൂടി വലിയ ഉരുൾപൊട്ട് സംഭവിച്ച് അതിനുള്ളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനത്തിലൂടെ എല്ലാം മണ്ണും ചെളിയൊക്കെ കുത്തിക്കയറി അങ്ങനെ ഒത്തിരി മരണമൊക്കെ സംഭവിച്ച സ്ഥലമാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നം നടന്ന ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ തിരിച്ചു വരുമ്പോഴാണ് ഇടുന്നത്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് കാണുവാനുള്ളത്. പോകുമ്പോൾ ചെറുതായിട്ടാണ് എടുത്തത്, പക്ഷെ തിരിച്ചു വരുമ്പോൾ വലിയ ലോങ് വീഡിയോ വരുന്ന യാത്ര മുഴുവതും തിരിച്ചു വരുന്നതിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഉരുൾപൊട്ടി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി വാഹനങ്ങൾ കുടുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ JCB വെച്ച് മാന്തി അതൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭയാനകമായ ഒരു ഉരുൾപൊട്ടായിരുന്നു അന്ന് നടന്നത്. അവിടെ ഒത്തിരി ലോറികളൊക്കെ മണ്ണിൽ കുടുങ്ങിപ്പോയത് പലതിനെ വലിച്ച് പുറത്തിട്ടിട്ടുണ്ട്. അതാണ്, അടുത്തേക്ക് പോകാൻ പറ്റില്ല. ആ റോഡ് ബ്ലോക്കഡാണ്. അത് ബ്ലോക്കൊക്കെ വെച്ചിരിക്കുകയാണ്. വലിയ ലോറികളാണ് അതിനിടയിൽ പെട്ട് കിടന്നത്. വളരെ ഭീകരമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒത്തിരി പേരെ നഷ്ടപ്പെട്ട് ഒരു വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നു. എങ്കിലും അതിൻ്റെ നടുവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ദേശത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ തന്നെ ഈ പ്രകൃതി കണ്ട് ആസ്വദിക്കുവാനും സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. എങ്കിലും സമാധാനത്തോടെ ശാന്തതയോടെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ദേശത്ത് വന്ന് നിങ്ങളുടെ ഫാമിലിയായി വന്ന് ഇത് നിങ്ങൾ ആസ്വദിക്കുക. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഉദയ്പൂരിലേക്ക് ഞങ്ങൾ പോകാൻ പോകുന്നു. ഈ പോകുന്ന യാത്രയിലാണ് ശരിക്കും ഉരുൾപൊട്ടിയതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ വീഡിയോ, അതുമല്ലാതെ പോകുന്ന വഴിയുള്ള ചുരത്തെക്കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, തുടർന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രത്യാശ ഗാനങ്ങളൊക്കെ പാടി ഞങ്ങൾ സന്തോഷത്തോടെ യാത്ര തുടർന്നു. കാരണം ഭയങ്കര ട്രാഫിക് ജാമാണ്, മുന്നോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. വലത് സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കൊക്കകളൊക്കെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളുടെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോൾ നോക്കിയാലും JCBയും ലോറികളും ക്രെയിനും എപ്പോഴും ഉണ്ടാകും. കാരണം എപ്പോഴും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ എപ്പോഴും വഴിയിൽ എവിടെ നോക്കിയാലും ഈ JCBയും ലോറികളൊക്കെ ഉണ്ടാവും. ദൂരെന്ന് കാണുമ്പോൾ അവിടെയൊക്കെ വീടുകളുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ സൂം ചെയ്ത് കാണുമ്പോൾ അറിയാം അവിടെ കുറേ വീടുകൾ ആ മലയുടെ മുകളിലുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് കയറി പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ചില വീടുകളൊക്കെ മലയുടെ ആ സൈഡിൽ തന്നെ അങ്ങനെ എടുത്തു വെച്ചതുപോലത്തെ ചില അവസ്ഥകളായിരിക്കും. പക്ഷെ എന്നാൽ അവിടെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ ആശ്ചര്യമാണ്. ആ കാണുന്ന മലയുടെ അടിവാരത്തിൽ കൂടി നാം കാണുന്ന ഒരു സംഭവമുണ്ട്, അതാണ് ടണൽ. ഈ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രയിൽ ഏറ്റവും സുലഭമായി എത്തുവാൻ പറ്റുന്ന ഏക ഒരു വഴിമാർഗം ഈ ടണലാണ്. ആ ടണലും കൂടി ഇല്ലെങ്കിൽ ശരിക്കും ഇതിൽ പെട്ടെന്ന് യാത്ര ചെയ്ത് വരാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. ആ ബ്ലോക്കിൽ കുടുങ്ങി അവസാനം എത്തിയത് ഉദയ്പൂർ എത്തിയത് ഞങ്ങൾ 5 മണിയത്തോളമായി. 5 മണി 4:30 ആയി. അപ്പോൾ തന്നെ അറിയാം എത്രമാത്രം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പൊടിയാകാനുള്ള കാരണം ഉരുള് പൊട്ടിയിട്ട് ആ ചെടിയും കാര്യങ്ങളൊക്കെ റോഡിൽ കിടന്ന് അങ്ങനെ അത് ഉണങ്ങിയിട്ട് വണ്ടികളൊക്കെ കയറി വന്ന് അങ്ങനെ ഉള്ളിൽ മൊത്തം പൊടി വെച്ചാൽ അതുപോലത്തെ പൊടിയാണ് വണ്ടി ഈ ടണൽ മൊത്തം. അതുകൊണ്ട് തന്നെ അത് യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല.
അത് കാണുമ്പോൾ തന്നെ അറിയാൻ്റെ അവസ്ഥ ഉണ്ടാകും. ടണലിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടി എന്ന് പറഞ്ഞാൽ അപാരം പൊടികളാണ്. ഉള്ളിൽ യാത്ര ചെയ്യാൻ തന്നെ ഭയമാണ്. കാരണം അത്രമാത്രം പൊടിയും അതുപോലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ തന്നെ. നോക്കണം, ആ മലയുടെ ആ താഴ്വാരത്ത് കുറച്ച് വീടുകൾ പണിതിട്ടുണ്ട്. നോക്കി എത്ര ഭംഗിയിലും അതുപോലെ ആ മണ്ണിനോട് ചേർന്നിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. കണ്ടിട്ട് ആശ്ചര്യം തോന്നി. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നതെന്ന് തോന്നി. കാരണം മേലിൽ നിന്ന് ഉരുളേറ്റ് പൊട്ടി വന്നാലും വളരെ അപകടം അവിടെയൊക്കെ താമസിക്കുന്നത്. പക്ഷെ എന്നാലും അവർക്ക് അവിടെയൊക്കെ താമസിക്കുന്നതാണ് അവർക്ക് സേഫും തോന്നും. ഞങ്ങൾ അടുത്തൊരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി ഈ ടണലിൽ കുറേ നേരം വണ്ടി ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിട്ട് വരുന്നുള്ളിൽ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഞങ്ങൾ ആ കുറേ ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് യാത്ര ചെയ്തു.
വരുമ്പോൾ കാണിച്ച സ്ഥലമാണിത്. തിരിച്ചു പോകുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. നേരത്തെ ഉണ്ടായിരുന്ന ആ കാർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ലോറി, ഒരു പെട്രോൾ ടാങ്ക്, പെട്രോളൊക്കെ എടുക്കുന്ന ലോറി, ഒരു ബസ്, പിന്നെ ഇപ്പുറത്തൊരു സ്കൂൾ ബസ് പോലത്തെ ഒരു സംഭവം ഇതൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. ആ ചളിയൊക്കെ വന്ന് അടഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് ആ ചളിയൊക്കെ നീക്കിയിട്ടാണ് ഒരു വണ്ടി യാത്ര ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ യാത്രാ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഒരു ഉരുൾപൊട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറച്ച് നീക്കുക, പിന്നെ അടുത്ത യാത്ര തുടങ്ങുക എന്നല്ല ക്രമീകരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തും സംഭവിക്കുക. അതുപോലത്തെ ഒരു അപകടം പിടിച്ച ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് ഈ ഉദയപൂർ ടു ശ്രീനഗറിലേക്കുള്ള ആ വഴിയാണ്. അതുകൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിച്ച് വരിക. അടുത്തൊരു ടണലിലേക്ക് കയറാൻ പോവുകയാണ്. ഈ അടുത്ത് ഉരുൾപൊട്ടിയൊരു സ്ഥലം കൂടെയാണ്. കടയിലും ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് പിന്നെ ചളി കയറി അത് അവിടുന്ന് കുറച്ച് പേര് അതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവസ്ഥ നോക്കണം. ഈ അടുത്ത് ഒരു ഉരുൾപൊട്ടിയ സ്ഥലമാണ്. നമുക്ക് ആ മണ്ണിൽ കിടക്കുന്ന വണ്ടിയൊക്കെ വലിച്ച് വലിച്ചെടുക്കുന്നത് കണ്ടോ? ആ വണ്ടിയിലൊക്കെ അവസ്ഥ നോക്കണം. ഒന്നുമില്ല വണ്ടിയൊന്നും. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഭയപ്പെടുത്തുന്നതുമായുള്ള ഒരു സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. വളരെ അപകടം പിടിച്ച ഒരു യാത്രയാണ് ഈ ഉദയപൂർ ടു ശ്രീനഗറിലേക്കും അതുപോലെ ലഡാക്കിലേക്കുള്ള വഴിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ വളരെ സേഫായി വരിക. മാക്സിമം ഇവിടുത്തെ വണ്ടി പിടിച്ച് യാത്ര ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് ഒക്കെ വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ പ്രത്യേക സജഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ശ്രമിക്കുക. അവർക്ക് ദൈവം നിങ്ങളേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആണ് നമ്മുടെ ഉദയപൂർ ടു ശ്രീനഗറിലേക്കുള്ള യാത്ര. ഏകദേശം യാത്രയിൽ എടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്ത്. പല വീഡിയോകളും എടുത്തില്ല, പലതും മനഃപൂർവ്വം എടുക്കാത്തതാണ്. കാരണം ഇപ്പോഴത്തെ പ്രശ്നം സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ എങ്കിലും ചെറുതായിട്ടുള്ള ചില വീഡിയോ കാര്യങ്ങളൊക്കെ യാത്രയെക്കുറിച്ചുള്ള, അതുപോലെ ശ്രീനഗർ ടു ആ യാത്ര എത്ര ഭയാനകമാണുള്ള യാത്രയെക്കുറിച്ചെല്ലാം നിങ്ങളടുത്ത് കാണിക്കുവാനിടയായി. ഓക്കെ, ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്തും.
ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.